നമസ്കാരം. വ്യാഴത്തിൻ്റെ ഗ്രഹചാര ഫലം. ജ്ഞാനത്തിൻ്റെയും സുഖത്തിൻ്റെയും കാരകനായ വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കുള്ള ആ ഗ്രഹത്തിൻ്റെ മാറ്റം അതെങ്ങനെയാണ് ഈ 12 രാശിക്കാരെയും സ്വാധീനിക്കുന്നത്? ഈ വ്യാഴവും ശനിയും ഈ ഫലദാന ശേഷിയിൽ വളരെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന 2 ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഫലങ്ങൾക്ക് കൂടുതൽ, ഈ ചാരവശാൽ ഉള്ള ഫലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ വ്യാഴത്തിൻ്റെ മാത്രം ചാരഫലമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തികക്കാല, മേടക്കൂറ് ആ രാശിക്കാർക്ക് പൊതുവെ നല്ല ഫലമാണ്. ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും കൈവരുന്ന ഒരു വ്യാഴമാറ്റമാണ് ഈ വ്യാഴമാറ്റം. 2ാം ഭാവത്തിലേക്ക്, അതായത് ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം അതിനെല്ലാം പ്രതിനിധീകരിക്കുന്ന 2ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ധനത്തിനും കുടുംബ സൗഖ്യത്തിനും എല്ലാം ഫലം മേടക്കൂറുകാർക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പഠിക്കാം. വിജയം ഉണ്ടാവും. മത്സര പരീക്ഷകളിൽ എല്ലാം ശ്രമിക്കുന്നവർക്ക് അത് നടക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും കേസ് അതുപോലുള്ള കാര്യങ്ങളിൽ വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ ജയം ലഭിക്കും. അല്ലെങ്കിൽ അതിനെല്ലാം നമുക്കൊരു മുൻതൂക്കം, ഇപ്രകാരം പ്രതികൂലമായിരുന്നു എങ്കിൽ കൂടി അത് നമുക്ക് അനുകൂലമായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ട്. പൊതുവെ നല്ല ഫലം ആഹ്ലാദകരമായിട്ട് അനുഭവിക്കുക. ഈ രാശി ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രയത്നിക്കണം. കാരണം കുറച്ച് പ്രയത്നം കൊണ്ട് തന്നെ കൂടുതൽ ഫലം കിട്ടുമെങ്കിൽ കൂടുതൽ പ്രയത്നം കൊണ്ട് അതിൽ കൂടുതൽ ഫലം കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒരു കഠിനമായിട്ട് പരിശ്രമിക്കാൻ ഉള്ള സമയം കൂടിയാണ് മേടം രാശിക്കാർക്ക്. അങ്ങനെ കഠിനമായി നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഫലം ആയിരിക്കും മേടം രാശിക്കാർക്ക് കിട്ടുക. അപ്പോൾ നല്ല സമയമാണ് എന്ന് കരുതി വെറുതെ ഇരുന്ന ഫലമൊന്നും കിട്ടില്ല. അങ്ങനെയാണ്. പറയുമല്ലോ, ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിട്ട് കൂടി അർജുനന് വളരെ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യണ്ടോ, എന്നിട്ടാണ് ഭാരത യുദ്ധം ജയിച്ചത്. അപ്പോൾ അതേപോലെ നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈശ്വര അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുള്ളൂ. ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും കഠിനമായി പരിശ്രമിക്കുന്നവർക്കാണ്, മടിയന്മാർക്കല്ല. അത് ഓർത്തു വെച്ചോളൂ. അപ്പൊ അതുകൊണ്ട് ഈ മേടം രാശിക്കാര് നന്നായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ നടക്കാത്ത പല കാര്യങ്ങളും നടക്കും. നിങ്ങൾക്ക് ധാരാളം ധനലാഭം ഉണ്ടാവും. കുടുംബത്തിൽ ഐശ്വര്യം, സമാധാനം, സമൃദ്ധി ഇതൊക്കെ ഉണ്ടാവും. മറ്റൊന്ന് ഇടവം രാശിക്കാരാണ്. ഇടവക്കൂറുകാർ. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിലര. വ്യാഴം ഇടവം രാശിയിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. ശുക്രന്റെ രാശിയാണല്ലോ. അപ്പൊ ശുക്രക്ഷേത്രത്തിലേക്ക്, ശുക്രന്റെ വീട്ടിലേക്ക് വ്യാഴം അങ്ങനെ കടന്നു വരികയാണ്. അസുരഗുരുവാണ് ശുക്രാചാര്യർ, ദേവഗുരുവാണ് ബൃഹസ്പതി ഗുരു. അപ്പൊ അസുരഗുരുവിന്റെ വീട്ടിലേക്ക് ദേവഗുരു വരുമ്പോ എങ്ങനെയാ? അതേപോലെ തന്നെ അത് പൊതുവെയുള്ളൊരു ഫലമാണ്. ഈ ഇടവം രാശിക്കാർക്ക് ജന്മത്തിൽ ശനി വരണമുണ്ട് അത്ര സുഖകരമായിരിക്കില്ല. ഏതാണ്ടൊരു ശത്രുക്ഷേത്ര സ്ഥിതി കൂടി വ്യാഴത്തിനുള്ളതുകൊണ്ട് കുറച്ചും കൂടി ദോഷാധിക്യം ഈ ഇടവം രാശിക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ദേവഗുരു അസുരഗുരുവിന്റെ ഒരു ഇത് പറഞ്ഞത്. അപ്പൊ ഈ രാശിക്കാര്, ഈ രോഹിണി, മകീരത്തിലര, കാർത്തികമുക്കാല് ആ നക്ഷത്രക്കാര് കുറച്ച് ശ്രദ്ധിക്കണം. ഈശ്വരീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ ആ പ്രതികൂല സാഹചര്യത്തെ
നമ്മൾ എങ്ങനെയാണോ നമ്മൾ നേരിടുന്നത് അതേ ഒരു മാനസികാവസ്ഥയിൽ ഈ രാശിമാറ്റത്തെ ഈ ഇടവക്കൂറുകാര് നേരിടണം. അപ്പോൾ ധാരാളം ക്ഷേത്രങ്ങളിൽ പോവുക, ധാരാളം സത്കർമ്മങ്ങൾ ചെയ്യുക, വിശേഷിച്ചും മഹാവിഷ്ണുവിനും ശാസ്താവിനും പ്രധാനമായിട്ടുള്ള വഴിപാട് കഴിക്കുക. ഈ 10 ശനി ഉണ്ടല്ലോ, അത് കണ്ടകശനി എന്നുള്ള നിലയിൽ അതൊരു ഫലമാണ്. അപ്പൊ ശാസ്താവിനെ ശനിയാഴ്ച തോറും കരിക്കഭിഷേകം ചെയ്യുക വളരെ നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക നല്ലതാണ്, ഈ ദോഷത്തിന് പരിഹാരമാവും. മഹാവിഷ്ണുവിന് വേണ്ടതായിട്ടുള്ള പൂജകളോ അല്ലെങ്കിൽ കദളിപ്പഴ നൈവേദ്യം, പാൽപ്പായസ നൈവേദ്യം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് മഹാവിഷ്ണുവിൻ്റെ പ്രീതി വരുത്തുക. ഇതെല്ലാം ദോഷപരിഹാരങ്ങളാണ്. പൊതുവെ കുറച്ച് മാനസികമായ അസ്വസ്ഥത തരുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് വല്ലാത്ത മാനസിക അസ്വസ്ഥതകളോ ദുഃഖങ്ങളോ ഒക്കെ വരുമ്പോൾ മനസ്സിലൊന്ന് കരുതുക, ഇത് വ്യാഴം ജന്മത്തിലുള്ളതുകൊണ്ടാണ്, സാരമില്ല എന്ന് കരുതുക. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ പറ്റിയുള്ള ജ്ഞാനം നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലും അതുപോലെ നമ്മുടെ മനോവ്യാപാരങ്ങൾക്കും എല്ലാം ഒരു സഹായമാണ് ഈ ഗ്രഹസ്ഥിതി അറിഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ഈ ഗ്രഹസ്ഥിതി അറിയണേ എന്തിനാണ്? ഇപ്പം ഈ ചാരഫലം നിങ്ങൾ എന്തിനാ അറിയണേ, നിങ്ങൾ എന്തിനാ കേൾക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തികളെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ, അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടതായ വ്യത്യാസം വരുത്താൻ പറ്റും. അതുപോലെ നമ്മുടെ മാനസികമായ വിഷയങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മനോബലം നമ്മൾ ആർജിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ആ മനോബലം ആർജിക്കാൻ കഴിയും. അതിനൊക്കെയാണ് ഈ ചാരഫലമൊക്കെ പറയണത്. ഇതൊരു സാമാന്യമായ ഫലമാണ്. കാരണം ഈ 9 ഗ്രഹങ്ങളിൽ ഈ ഒരു ഗ്രഹത്തെ കൊണ്ടുള്ള ഫലം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളുണ്ട് ഇതിന്. അത് മനസ്സിലാക്കിക്കൊണ്ടു ഇത് ഇപ്പോൾ നിങ്ങൾ അയ്യോ ഇത് നെഗറ്റീവായിട്ട് പറഞ്ഞു, കുറച്ച് പോസിറ്റീവായിട്ട് കേട്ടാൽ കൊള്ളായിരുന്നു, അങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം ജ്യോതിഷം സത്യം പറയേണ്ട ശാസ്ത്രമാണ്. ദോഷം പറയേണ്ടടുത്ത് ദോഷം പറയണം, എന്നിട്ട് ദോഷം എങ്ങനെ പരിഹരിക്കാമെന്ന് അതും പറയണം. അല്ല, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നല്ല കാര്യങ്ങളും പറയണം. അതങ്ങനെയാണ് ജ്യോതിഷം. അപ്പം അതുകൊണ്ട് അങ്ങനെ മാത്രം ഇതിനെ സമീപിക്കുക. ഇടവം രാശിക്കാർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാലം. മകീരത്തിലര, തിരുവാതിര, പുണർത്തിൽ കാല്, ഇത് മിഥുനക്കൂറാണ്. ഈ മിഥുനക്കൂറുകാർക്ക് വ്യാഴം 12 നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷഫലം ഉണ്ട്. ആദ്യം പറഞ്ഞല്ലോ, ഈ വ്യാഴം ജ്ഞാനത്തിൻ്റെയും സുഖത്തിൻ്റെയും കാരകനാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. സുഖം, സുഖത്തിൻ്റെ അടിസ്ഥാനം ധനമാണ്. അതുകൊണ്ട് സുഖം എന്ന വാക്കുകൊണ്ട് ധനത്തെയും സൂചിപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് ദശാധ്യായികാരകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വ്യാഴം 12 നിൽക്കുമ്പോൾ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, സുഖത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ കൂടുതലാണ് ഈ ജ്ഞാനത്തിന് വരുന്ന ഒരു ബുദ്ധിമുട്ട്. അതായത് വേണ്ടതുപോലെ ചിന്തിക്കാനോ വേണ്ടതുപോലെ പ്രവർത്തിക്കാനോ നമുക്ക് കഴിയാതെ വരും. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രലോഭനങ്ങൾക്കൊക്കെ നമ്മൾ വഴിപ്പെട്ട് ഏതെങ്കിലും അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടും. അതുകൊണ്ട് പ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഈ സമയത്ത് എടുക്കണ്ട. അങ്ങനെ എടുക്കേണ്ട വന്നാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആരാണോ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നത് അവരോട് ഉപദേശം സ്വീകരിച്ചിട്ട് മാത്രം ചെയ്യാം. അല്ലാതെ എടുത്തു ചാടിയുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകുന്നൊരു രീതി മിഥുനം കൂറുകാർ ഉപേക്ഷിക്കണം. കൂടുതലായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. കാര്യം വ്യാഴം 12 നിൽക്കുമ്പോൾ ഈ ഈശ്വരീയമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്കൊരു തോന്നലുണ്ടാവും. ഇപ്പം നാമജപം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് തോന്നുക, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തടസ്സം വരിക, ഏതെങ്കിലും മന്ത്രജപം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു തടസ്സം വരിക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിത്യനിദാനമായിട്ടുള്ള നമ്മുടെ ദൈനംദിന ചര്യകൾ, ആ ദിനചര്യകൾ, അതിനൊക്കെ എന്തെങ്കിലും തടസ്സം വരിക. ഇപ്പൊ രാവിലെ എന്നും കുളിക്കുന്ന ആളാണ്, പിന്നെ തൊട്ട് കുളിക്കാൻ തോന്നില്ല. അല്ലെ രാവിലെ അമ്പലത്തിൽ പോണ ആളാണ്, ഇത് പോകണ്ടെന്ന് തോന്നുക. ഇതൊക്കെ വ്യാഴം 12 സംഭവിക്കും. അപ്പൊ ഈശ്വരീയമായ കാര്യങ്ങൾക്ക് തടസ്സം വരും. അപ്പൊ അതുകൊണ്ട് ഇത് വ്യാഴം 12 എന്ന് മനസ്സിലാക്കി ഈശ്വരീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു തടസ്സവും അതിന് വരുത്താതെ ശ്രദ്ധിക്കണം. കൂടുതലും നാമജപം വേണം. പിന്നെ ഈ മിഥുനം രാശിക്കാർക്ക് പ്രത്യേകമായിട്ടും ഈ ഒരു ദോഷപരിഹാരത്തിന് വാമനമൂർത്തിയെ ഭജിച്ചാൽ അത് വളരെ വിശേഷമാണ്. മിഥുനം രാശിക്കാർ വാമനക്ഷേത്രങ്ങളിൽ പോവുക,
അല്ലെങ്കിൽ വാമനമൂർത്തി സങ്കല്പമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുക, അതെല്ലാം മിഥുനം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വാമനാവതാരം കഥ വായിക്കുക, വാമന സ്തോത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെ വിശേഷമാണ്. ഈ വാമനമൂർത്തി വേദമൂർത്തി കൂടിയാണ്. അപ്പോൾ വേദത്തിന്റെ ജപം, വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ഇപ്പൊ പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, അങ്ങനെയുള്ള വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ഇതെല്ലാം ഈ മിഥുനം രാശിക്കാര് ചെയ്യേണ്ട സമയമാണ്. മറ്റൊന്ന് പുണർദത്തി മുക്കാല്, പൂയം, ആയില്യം, ഈ നക്ഷത്രക്കാരുടെ കർക്കിടകക്കൂറാണ്. പൊതുവെ നല്ല ഫലങ്ങളുള്ള ഒരു സമയമാണ്. വ്യാഴം 11 വ്യാഴമാണ് ഏറ്റവും നല്ലത് ചാരാവശ. അപ്പോൾ ഈ 11 വ്യാഴം ധാരാളം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും. ഐശ്വര്യം, ധനസ്ഥിതി, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക, ഇതെല്ലാം കർക്കിടക രാശിയുടെ ഫലമാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിച്ചാൽ നല്ല ഫലം കിട്ടും. ഈ ജീവിതത്തിൽ നിങ്ങൾ പല മോഹങ്ങളും ഉണ്ടാവും. ആ മോഹങ്ങളിലെ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ. ആ മോഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു സമയമാണിപ്പോൾ. അപ്പം അതുകൊണ്ട് ഈശ്വരീയമായ ആ കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഈശ്വര അനുഗ്രഹം നമുക്ക് കിട്ടണം. കർക്കിടകക്കൂറുകാർക്ക് ഈശ്വരാനുഗ്രഹം സ്വതമേ, ഇപ്പം അവിടെ വ്യാഴം 11 ഒരു ഈശ്വരാനുഗ്രഹം ഉള്ള സമയമാണ്. കുറച്ചും കൂടിയൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരന്റെ ഒരു അനുഗ്രഹത്തോടെ നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മുടെ മോഹങ്ങളും എല്ലാം സാക്ഷാത്കരിക്കാൻ ഇപ്പോൾ പറ്റും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഉത്സാഹമായിട്ട് ഒന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നവർക്ക് അങ്ങനെ ബിസിനസ് തുടങ്ങാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പഠിക്കാം. ഇപ്പൊ ഗൃഹനിർമ്മാണം അങ്ങനെയുള്ളവർക്ക് ഗൃഹനിർമ്മാണം സാധിക്കും. ഇപ്പൊ കുട്ടികളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് ഈ സമയത്ത് എന്തെങ്കിലും സന്താനഗോപാല മന്ത്രമോ പുഷ്പാഞ്ജലിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും. അങ്ങനെ അനുകൂലമായൊരു സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. ഇനിയുള്ളത് ചിങ്ങക്കൂറുകാരാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്. അപ്പോ ചിങ്ങക്കൂറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് 10 വ്യാഴം ഉള്ളതുകൊണ്ട് കർമ്മരംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഒരു പ്രതിഫലമോ അതിൻ്റെ ഒരു അംഗീകാരമോ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. സാരമില്ല, 10 വ്യാഴം അല്ലേ എന്ന് കരുതി അങ്ങ് വിട്ട് കളഞ്ഞേക്കും. അതേപോലെ മറ്റൊന്നാണ്, നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ഓരോരോ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ കാര്യതടസ്സങ്ങൾ, ഇപ്പം നമ്മളൊരു കാര്യം നടത്താൻ വേണ്ടി പോവുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഗവൺമെൻറ് കാര്യമാവാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായാലും ഇപ്പം 2 പ്രാവശ്യം പോകേണ്ടടുത്ത് ഒരു 10 പ്രാവശ്യം പോകേണ്ടി വരും. എന്നാലും നടക്കാതെ വരും. കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവുക, അതും ഈ ചിങ്ങം രാശിക്കാരുടെ ഒരു ഫലമാണ്. അതേപോലെ എന്തെങ്കിലും ട്രാൻസ്ഫർ കിട്ടുക, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് നമുക്കൊട്ടും തൃപ്തി അല്ലാത്ത വിധത്തിൽ ട്രാൻസ്ഫർ കിട്ടുക, അങ്ങനെയൊക്കെ ഈ സമയത്ത് ഉണ്ടാവാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക. പ്രത്യേകിച്ചും ചിങ്ങം രാശിക്കാരായതുകൊണ്ട് ശ്രീരാമനെയും ശങ്കരനാരായണ മൂർത്തിയെയും ഭജിക്കുക. ഈ ദോഷപരിഹാരം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. ഈ ശങ്കരനാരായണ മൂർത്തിയെയും ശ്രീരാമനെയും ഭജിച്ചു കഴിഞ്ഞാൽ ഈ ചിങ്ങം രാശിക്കാർക്ക് ഇന്നുള്ള ദോഷത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ കഴിയും. മറ്റൊന്ന്, അലസത ധാരാളം വരാനുള്ള സമയമാണ്. ശനി 7 അതേപോലെ ദാമ്പത്യ കലഹമോ മറ്റ് കലഹങ്ങളോ ഉണ്ടാവാം. അതൊക്കെ കലഹങ്ങൾ ഉണ്ടാവാതെ, എന്തെങ്കിലും കലഹമൊക്കെ ഉണ്ടെങ്കിൽ ആ കലഹം ഇല്ലാതെ ആക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അലസത വരാതെ സൂക്ഷിക്കുക. അതൊക്കെ, അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ നമുക്ക് ഇല്ലാതെ തന്നെ രോഗമുണ്ടെന്ന് നമുക്ക് തോന്നുക, ഇതെല്ലാം ഈ ചിങ്ങം രാശിയുടെ ഫലങ്ങൾ കൂടിയാണ്. അപ്പൊ ചിങ്ങം രാശിക്കാരും കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു രാശിയാണ്. മറ്റത് കന്നിരാശി. ഉത്രത്തി മുക്കാല്, അത്തം, ചിത്രയിലര. 9 വ്യാഴാണ്, നല്ല സമയമാണ്. ആദ്യം കർക്കിടക രാശിക്കാർക്ക് പറഞ്ഞ ഫലങ്ങളൊക്കെ
ഈ 9 നിൽക്കുന്ന വ്യാഴം കന്നിരാശിക്കാർക്കും കൊടുക്കും. ഭാഗ്യസ്ഥാനത്താണല്ലോ. അപ്പം നല്ല ഭാഗ്യമുള്ള സമയമാണ്. നല്ല ഭാഗ്യമുള്ള സമയമാണ്. ഈശ്വര ഉപാസനയ്ക്ക് പറ്റിയ സമയമാണ്. ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കണം എന്ന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചാർധാമോ ബദരിയോ കേദാറോ അങ്ങനെയൊക്കെയുള്ള എവിടെയെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അത് സാധിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയില്ല. പൊതുവെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു സമാധാനവും ഉള്ള സമയമാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടാൻ നമ്മൾ കുറച്ചൊന്ന് കാത്തിരിക്കണം. കാരണം മെയ് 1-ാം തീയതി വ്യാഴം ഈ ഇടവം രാശിയിലേക്ക് മാറുന്നു. മെയ് 6-ാം തീയതി തൊട്ട് വ്യാഴത്തിന് മൗഢ്യകാലമാണ്. ഈ മൗഢ്യം ശുഭഫലങ്ങൾ നൽകുന്നൊരു സമയമല്ല, ദോഷഫലങ്ങൾ കൂട്ടുകയും ചെയ്യും. ഇനി അത് കഴിഞ്ഞാൽ കുറച്ചിങ്ങോട്ട് കഴിഞ്ഞാൽ ഈ വ്യാഴം നിൽക്കുന്ന ഈ ഇടവം രാശിയുടെ അധിപതിയായിട്ടുള്ള ശുക്രന് മൗഢ്യവും. ഏതാണ്ട് ജൂലൈ 2 വരെയാണെന്നാണ് ഓർമ്മ. ശുക്രന് മൗഢ്യമുണ്ട്. അപ്പൊ ആ സമയവും ഈ വ്യാഴം ശുഭമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഏതാണ്ട് മിഥുനം 18 വരെയാണ് എന്നാണ്. മിഥുനം 18 വരെ. ഈ മിഥുനമാസം 18-ാം തീയതി വരെ ഈ ശുക്രന്റെ മൗഢ്യവും അതുപോലെ തന്നെ ഈ വ്യാഴത്തിന് മെയ് 6 തൊട്ടുണ്ടാവുന്ന മൗഢ്യവും എല്ലാം തന്നെ കുറച്ച് ശുഭഫലങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ ജൂലൈ 2 കഴിഞ്ഞിട്ട് ഈ ശുഭഫലങ്ങൾ പലർക്കും കിട്ടി തുടങ്ങുള്ളൂ. ദോഷഫലങ്ങൾക്ക് കുറച്ച് ആധിക്യം ഉണ്ടാവുകയും ചെയ്യും ഈ സമയത്ത്. അത് എല്ലാവരും ശ്രദ്ധിച്ച് പോകണം. പ്രത്യേകിച്ചും ഇത് പറയുമ്പോൾ ഇങ്ങനെ പറയണം, ഈ ജാതകവും ഈ ഗോചരഫലവുമായിട്ട് വളരെ സാമ്യമുണ്ട്. അപ്പം ഈ ജാതകത്തിൽ ഈ ശകടയോഗം, കേമദ്രുമയോഗം, ഇങ്ങനെയുള്ള ചില യോഗങ്ങൾ, ഈ നിർഭാഗ്യയോഗം, ഇങ്ങനെയുള്ള ചില യോഗങ്ങളുള്ളവർക്ക് ഈ വ്യാഴം പ്രതികൂലമായാൽ അത് അവരെ കുറച്ച് ദോഷമായിട്ട് ബാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവനവൻ്റെ ജാതകം നോക്കി അത് മനസ്സിലാക്കി അതിന് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ചിത്തിരയിൽ അര, ചോതി, വിശാഖത്തില് മുക്കാല്, തുലാക്കൂറ്, അഷ്ടമത്തിൻ്റെ വ്യാഴം. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതാണ് കൂടുതലായിട്ട് വേണ്ടത്. സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതും നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, യാത്രകൾക്ക് തടസ്സം ഉണ്ടാവുക. അപ്പം അത് ഇപ്പം നമ്മളൊക്കെ ഇന്ന് ധാരാളം യാത്രകൾ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. അപ്പം യാത്രകളിൽ പോകുമ്പോൾ വേണ്ടതായ മുൻകരുതലുകളൊക്കെ എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും യാത്രകൾക്ക് തടസ്സം ഉണ്ടാവാം. യാത്രകൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഈ തുലാം രാശിക്കാർക്ക് ഉണ്ടാവും. തുലാം രാശിക്കാർ പൊതുവെ അവരുടെ ഒരു സ്വഭാവം ഈ വ്യാപാരത്തിൽ, ബിസിനസ്സിൽ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ അവർ കുറച്ച് മിടുക്കന്മാരായിരിക്കും. പക്ഷെ ഈ വ്യാഴം അഷ്ടമത്ത് നിൽക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾക്ക് അധികം പുറപ്പെടാൻ നിൽക്കണ്ട. എന്നാൽ മറ്റൊന്നുണ്ട്, ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? വളരെ ശ്രദ്ധിച്ച് ബിസിനസ് ചെയ്യുക. ഈ വലിയ വലിയ സ്വപ്ന ഭൂമികളിലേക്കൊന്നും പ്രവേശിക്കാതിരിക്കുക. ഇപ്പോൾ ഷെയർ, സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കുറച്ചും കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദോഷങ്ങളോ വലിയ നഷ്ടങ്ങളോ ഒക്കെ അവർക്ക് ആ സമയത്ത് സംഭവിക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിലും ആരോഗ്യത്തിലും യാത്രാ വിഷയങ്ങളിലും തുലാം രാശിക്കാർ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു ദോഷപരിഹാരം എന്ന നിലയിൽ ചെയ്യേണ്ടത്, ഈ വ്യാഴം അഷ്ടമത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ധാരാളം ജപിക്കുക. അതേപോലെ ഗുരുവായൂരപ്പന് വെണ്ണ നേദിക്കുക. കദളിപ്പഴം, വെണ്ണ അല്ലെങ്കിൽ ത്രിമധുരം ഇത് നേദിക്കുക. അപ്പോൾ അടുത്ത ഗുരുവായൂർ പോകാൻ സൗകര്യമില്ലാത്തവർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും ഇത് ചെയ്താൽ ഈ ദോഷത്തിനൊരു ശമനം ഉണ്ടാവും. വിശാഖത്തിന് അവസാന പാദം അനിഴം, തൃക്കേട്ട, വൃശ്ചിക
കൂറ്. വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം 7 നിൽക്കുമ്പോൾ സാമാന്യമായിട്ട് നല്ല ഫലമാണ്. വിദേശ യാത്രകളോ വിദേശ യാത്രാ സ്വപ്നങ്ങള്, വിദേശത്ത് ജോലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അത് സാധിക്കും. അതേപോലെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ നല്ല ഫലമായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും വഴക്കോ ഡൈവോഴ്സോ പോലുള്ള കേസുകളിലൊക്കെ നിൽക്കുന്നവർക്ക് അതെല്ലാം ഒരു കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന സമയമാണ്. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലും നമുക്ക് കുറേ ഉണർവ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാവും. കാരണം ഈ 7ാം ഭാവത്തിന് മറ്റൊരു പേരുണ്ട്, നിവൃത്തിസ്ഥാനം. അപ്പൊ ഈ നിവൃത്തിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ നിവൃത്തിസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനമുണ്ട്. അപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനമുള്ള സമയമായതുകൊണ്ട് തന്നെ കുറെ ആശ്വസിക്കാം. പക്ഷെ വൃശ്ചിക രാശിക്കാർക്ക് മറ്റൊരു ചെറിയൊരു കുഴപ്പമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ ചിലരൊക്കെ ചോദിച്ചു, ഈ വിഷുഫലം പറഞ്ഞപ്പോൾ 7 വ്യാഴം നിൽക്കുന്ന വൃശ്ചിക കൂറുകാർക്ക് എന്തുകൊണ്ട് നല്ല ഫലം പറഞ്ഞില്ല? പലരും ഈ ജ്യോതിഷത്തിലെ ജിജ്ഞാസയുള്ള പലരും അങ്ങനെ ചോദിക്കും. അത് പറയാതിരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഗ്രഹഗോചരം പറയുമ്പോൾ തന്നെ ഗ്രഹഗോചര വേദം എന്ന ഒന്നുകൂടി ഉണ്ട്. ഇത് പറയണത് ഫലദീപിക എന്നുള്ള ഗ്രന്ഥത്തിലാണ്. സാധാരണ ജ്യോത്സ്യന്മാർ ധാരാളം ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് മന്ത്രേശ്വര മഹർഷിയുടെ ഫലദീപിക. ഈ ഫലദീപികയിലാണ് ഈ ഗ്രഹഗോചര വേദത്തെക്കുറിച്ച് പറയണത്. ഇത് പറയാൻ കാരണം ഈ ജ്യോതിഷം പഠിക്കുന്നവരും ധാരാളം ഈ ചാനൽ ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അതായത് ഈ കൂറിന്റെ 4ാം ഭാവത്തിൽ പാപഗ്രഹം ബലവാനായിട്ട് നിന്നാൽ ഈ ഗ്രഹഗോചര വേദം സംഭവിക്കും. അപ്പോ വൃശ്ചിക കൂറുകാർക്ക് ശനി 4 നിൽക്കുന്നതുകൊണ്ട് 7 നിൽക്കുന്ന വ്യാഴത്തിന്റെ പൂർണ്ണമായ ഗുണഫലം കിട്ടില്ല. അവിടെ ഈ ഗ്രഹഗോചര വേദം സംഭവിക്കും. അതുകൊണ്ടാണ് വൃശ്ചിക കൂറുകാർക്ക് പൂർണ്ണമായിട്ടും നല്ല ഫലം പറയാത്തത്, വിഷുഫലത്തിൽ പറയാതിരുന്നത്. അത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. വ്യാഴത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ധാരാളം നല്ല ഫലങ്ങൾ വൃശ്ചിക കൂറുകാർക്ക് ഉണ്ടാവാം. പക്ഷെ 4 നിൽക്കുന്ന ശനിനെ അവഗണിച്ചുകൊണ്ട് പോകണ്ട. അതുകൊണ്ട് തന്നെ ഈ കണ്ടകശനി എന്നുള്ള ആ പരിഹാരം, പ്രത്യേകിച്ച് വൃശ്ചികം രാശിയും കൂടി ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ഹനുമാനെ ഒന്ന് ഭജിച്ചാൽ വളരെ വിശേഷമായിരിക്കും. ഹനുമത് ഭജനം ഈ കൂറുകാർ ചെയ്യുക. ഹനുമാൻ അവല് നേദിക്കുക, അല്ലെങ്കിൽ ഹനുമാന് വെണ്ണ ചാർത്തുക, ഇതുപോലുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ ഈ ശനിയുടെ ദോഷം മാറുകയും ഈ വ്യാഴത്തിൻ്റെ ഗുണഫലം ലഭിക്കുകയും ചെയ്യും. കഴിയുന്ന ആളുകൾ ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് ഈ വസ്ത്രം സമർപ്പിക്കുക, അല്ലെ ഒരു പൂജ കഴിക്കുക. അതായത് ഇപ്പോൾ വിളക്ക്, മാല, നിവേദ്യം, അതേപോലെ വസ്ത്രം, അത് വസ്ത്രത്തോടു കൂടി ചെയ്യുക. അത് വിശേഷമാണ്. അത് ഈ വൃശ്ചിക രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ഫലം കിട്ടാൻ, ആ ഗുണഫലം കിട്ടാൻ കുറെ സഹായമാവും. അടുത്തത് മൂലം, പുരാടം, ഉത്രാടത്തിക്കാല, ധനു. 6 വ്യാഴം. 6 വ്യാഴം നിൽക്കുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കണം. രോഗദുരിതങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശിരോസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊന്ന്, ഈ സാമ്പത്തികമായ കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാം. ശത്രുക്കൾ കൂടുതലായിട്ട് വർദ്ധിക്കാം. ഒരാവശ്യമില്ലാതെ നമ്മളോട് ആരെങ്കിലുമൊക്കെ വഴക്കിന് വരിക, ഒരാവശ്യമില്ലാതെ നമ്മളോട് ആരെങ്കിലും പിണങ്ങുക, ഇങ്ങനെയുള്ളതൊക്കെ ഈ ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരുമായിട്ടും ധനുരാശിക്കാർ വഴക്കിന് പോകേണ്ട, ക്ഷമയോടെ ഇരിക്കുക. അതേപോലെ ശിരോരോഗ വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രത്യേക ഫലം, നാൽക്കാലികളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവാം. കാരണം ഈ വ്യാഴം ചതുഷ്പാത് രാശിയിലാണ് നിൽക്കുന്നത്. ഈ ഇടവൻ രാശി ചതുഷ്പാത് രാശിയാണ്. അപ്പോൾ ഈ നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവും. ഇപ്പോൾ പശു വളർത്തുന്നവർ അല്ലെങ്കിൽ നാൽക്കാലികളുമായിട്ട് ഇടപഴകുന്നവർ ഇപ്പോൾ
നായ ഒക്കെ ഉള്ളവർ സൂക്ഷിക്കണം. ഉത്സവപ്പറമ്പിലൊക്കെ ആന സൂക്ഷിക്കണം. ഈ ഇങ്ങനെ ആൾക്കാർ ആനയുടെ അടുത്ത് നിന്ന് അധികം അഭ്യാസമൊന്നും കാണിക്കാണ്ടിരിക്കുക ഈ നക്ഷത്രക്കാര്. കാര്യം ഇപ്പം നാൽക്കാലികളുമായിട്ട് ഇടപഴകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ധനുരാശി. കർമ്മമേഖലയിൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കുറച്ച് താമസിക്കും, അത് കുറച്ച് ഡിലേ ആവും. അല്ലാതെ വേറെ മറ്റുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരില്ല. സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിലും വലിയ ദോഷം വരില്ല. അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പം ഇല്ല. കാരണം ഈ ശനി 3-ലായതുകൊണ്ട് കുറച്ചൊക്കെ അതങ്ങനെ പരിഹരിച്ചു പോവും. മറ്റൊന്ന്, ഈ 6-ലെ വ്യാഴം നിൽക്കുമ്പോൾ ഈ സജ്ജനങ്ങളോട് വൈരം ഉണ്ടാവുക, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സജ്ജനങ്ങളോട് വൈരം എന്ന് പറയുമ്പോൾ ഈ പാഷണ്ഡവാദികളുമായിട്ട് സഹവസിക്കാൻ ഇടവരിക. ഇപ്പോൾ പാഷണ്ഡവാദികൾ എന്ന് വെച്ചാൽ ദൈവമില്ല, ഇതൊക്കെ വെറുതെയാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കണം, സുഖിക്കാൻ വേണ്ടി എന്തും ചെയ്യാം, കള്ളു കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയൊക്കെ വാദിക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരു പാഷണ്ഡവാദികൾ എന്നാ പറയണേ. ഇങ്ങനെയുള്ള പാഷണ്ഡവാദികളുമായിട്ട് ഈ കൂറുകാരെ കൂടുതൽ ഇടപഴകിയാൽ ഇവരും പാഷണ്ഡവാദികളായിട്ട് മാറും. വളരെ ഈശ്വരവിശ്വാസമുള്ള ഒരാൾ നാളെ തൊട്ട് ഈശ്വരനിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളായി മാറാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ഈ ധനു കൂറുകാര്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ കൂട്ടുചേരുക, ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് സഹവാസം കഴിയുന്നത്ര ഒഴിവാക്കുക. ഇത് ഈ കുട്ടികൾക്കൊക്കെ ബാധകമാണ്. ഈ സമയത്ത് കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടിൽ പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത ശീലങ്ങൾ ശീലാക്കാനോ, അപ്പോൾ മദ്യമോ മയക്കുമരുന്നോ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള നക്ഷത്രത്തിലെ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. കാലത്തിനും ദേശത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം പറയേണ്ടത്. അപ്പോൾ ആ കാലവും അങ്ങനെ ആണ് ഈ ധനു കൂറുകാർക്ക്. മറ്റൊന്ന്, ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ അര, അവിട്ടത്തിന്റെ പകുതി, അവരാണ് മകരക്കൂറുകാർ. നല്ല സമയം 5-ൽ വ്യാഴം. അപ്പൊ മകരക്കൂറുകാരോട് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ പുതിയത് നിങ്ങൾ പഠിക്കുക. പഠിക്കാൻ ഇത്ര നല്ല സമയമില്ല. പലരും ചോദിക്കും ഞങ്ങൾക്ക് പ്രായമായി എന്നൊക്കെ പറയും. എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നത് നമ്മുടെ ബ്രെയിന് വളരെ നല്ലതാണെന്ന് ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചു തുടങ്ങും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം, അതിന് പറ്റിയ സമയമാണ്. അതുപോലെ ഏതെങ്കിലും വിദ്യാസംബന്ധമായ കാര്യങ്ങൾ തുടങ്ങാൻ, ഒരു സ്കൂൾ തുടങ്ങാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭഗവത്ഗീതയുടെ ക്ലാസ് ആരംഭിക്കണം എന്നൊരു അമ്പലത്തിൽ വിചാരിക്കുക, അങ്ങനെ അത് തുടങ്ങാൻ, അതിനൊക്കെ പറ്റിയ സമയം കൂടിയാണ് ഇപ്പോൾ ഈ മകരക്കൂറുകാർക്ക്. ബുദ്ധി നല്ല ശുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സമയം, സാത്വികമായിട്ടുള്ള ബുദ്ധി കിട്ടുന്ന ഒരു സമയം. മാത്രമല്ല മത്സര പരീക്ഷകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഒക്കെ നല്ല വിജയം കിട്ടും. വളരെ പഠിക്കാൻ വിഷമമുള്ള ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്യാഴം 5-ൽ നിൽക്കുമ്പോൾ പഠിച്ചാൽ നല്ലതാ. ഇപ്പൊ കണക്കിന് വളരെ മോശമായിട്ടുള്ള കുട്ടികളുണ്ടാവും. ഈ വ്യാഴം 5-ൽ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാസ്സോ കൊടുത്താൽ അവർക്ക് വേഗം മനസ്സിലാവും. വ്യാഴം 5-ൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നല്ല ബുദ്ധി, തെളിഞ്ഞ ബുദ്ധി കിട്ടും. മറ്റൊന്ന്, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ലഭ്യത ഉണ്ടാവും. നടക്കാത്ത കാര്യങ്ങൾ, കുറെ കാലമായി നടക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കർമ്മരംഗത്ത് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടാവില്ല. ഭാഗ്യസ്ഥാനത്തേക്ക് തന്നെ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. ഭാഗ്യം അന്വേഷിച്ച് നടക്കുന്നവർക്ക്, ഇപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ സർവ്വസാധാരണമാണല്ലോ എന്തെങ്കിലും ഭാഗ്യക്കുറി, ലോട്ടറി ഒക്കെ എടുക്കുക എന്നുള്ളത്. ഒന്ന് എടുത്ത് പരീക്ഷിച്ച് നോക്കിക്കോളൂ, പറ്റിയ സമയമാണ്. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആയാലോ. അനുകൂലമായ സമയമാണ്. അപ്പോൾ ഭാഗ്യസംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഈ മകരക്കൂറുകാർക്കുണ്ട്. വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമുണ്ട്. സംബന്ധമായ കാര്യങ്ങളിൽ, കർമ്മസംബന്ധമായ കാര്യങ്ങളിലെല്ലാം തന്നെ മകരക്കൂറുകാർക്ക് ആനുകൂല്യം ഉണ്ട്.
അടുത്തത് അവിട്ടത്തിൽ അര, ചതയം, പൊരുട്ടാതി. ഇപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാശിക്കാര് 4 വ്യാഴം ഉള്ളതുകൊണ്ട് ബന്ധുജനങ്ങളോട് കലഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കഴിയുന്നത്ര ബന്ധുക്കളോട് സൗഹൃദം സ്ഥാപിച്ച് തന്നെ പോവുക. ഏതെങ്കിലും തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ കൊണ്ട് തന്നെ കലഹം അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാവാം. മറ്റൊന്ന്, ആരോഗ്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിൽ പ്രത്യേകിച്ചും ഈ ഏതെങ്കിലും ഹൃദയത്തിന് രോഗമുള്ളവർ, അതേപോലെ പ്രമേഹ രോഗം, അപ്പൊ കഠിനമായ പ്രമേഹ രോഗമുള്ളവര്, ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവര് ഈ രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഏതെങ്കിലും രോഗം അധികമായി എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും അതിന് വേണ്ടതായ മരുന്ന് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. 4 വ്യാഴം ബദ്ധുജനങ്ങളുമായിട്ടുള്ള കലഹം ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ ഗ്രഹനിർമ്മാണം ഉദ്ദേശിക്കുന്നവർക്ക് ആ ഗ്രഹനിർമ്മാണം സാധിക്കും. പുതിയ വീട് പണിയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ ഈ മാതാവിന്, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അരിഷ്ടതയോ കഷ്ടതയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമ്മയുടെ കാര്യം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഈ പരദേവതാ വിഷയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കുടുംബക്ഷേത്രങ്ങളോ ഒക്കെ നവീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അത് നടക്കും. അതിനൊക്കെ നമുക്ക് ഇറങ്ങി നമുക്ക് പ്രവർത്തിക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു ഗുണദോഷ ഭിന്നമായി, കാരണം വെച്ചാൽ മുഴുവനായിട്ട് അനുകൂലം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വല്ലാത്ത ഒരു അബദ്ധത്തിലൊന്നും ചെന്ന് ചാടില്ല. അതുകൊണ്ട് അത് പേടിക്കണ്ട. പിന്നെ ഈ രാശിയിൽ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അവർക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ദോഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഗ്രഹങ്ങൾ ചില നക്ഷത്രങ്ങൾ നിൽക്കുമ്പോൾ ഉള്ള ഫലം കൂടി ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് പറയണത്. അതുകൊണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇതാണ് കുംഭം രാശിയുടെ ഒരു സാമാന്യ ഫലം. ഈ ആരോഗ്യ വിഷയത്തിൽ കുംഭം രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് ഈശ്വരീയമായ വഴിപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറ്റെങ്കിൽ ജന്മനക്ഷത്രം തോറും ഒരു 6 മാസം മൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ ചെയ്യാം, ശിവന് ജലധാര ചെയ്യാം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യാം. അങ്ങനെയുള്ള ആയുർവർദ്ധകങ്ങളായിട്ടുള്ള വഴിപാടുകൾ ഈ രാശിക്കാർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മീനം രാശിയാണ്. പൂരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി. വ്യാഴം 3-ലാണ്. ഈ 12 രാശികളിൽ വച്ച് ഈ മീനം രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയും. വ്യാഴം 3-ലായാൽ ഏറ്റവും അധികം നമ്മളെ ബാധിക്കുക ഈ ധനത്തിനെയാണ്. ആദ്യം പറഞ്ഞല്ലോ, ജ്ഞാനസുഖകാരകൻ. ഈ സുഖത്തിന് ധനം അത്യന്താപേക്ഷിതാണ്, അതുകൊണ്ട് ധനകാരകൻ. അങ്ങനെയൊക്കെ വ്യാഴത്തിനുണ്ട്. ഈ വ്യാഴം 3-ലാവുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉണ്ടാവും. സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക, ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിക്കും. പിന്നീട് ആ കടം പറഞ്ഞ സമയത്ത് കൊടുക്കാൻ വയ്യാണ്ട് വരും. അപ്പൊ അതിൻ്റെ ടെൻഷൻ. അപ്പൊ അതുകൊണ്ട് ഈ കടങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ദോഷങ്ങൾ ധാരാളം ഈ രാശിക്കാർക്ക് ഉണ്ടാവാം. അതുകൊണ്ട് കഴിയുന്നത്ര കടം മേടിക്കാതിരിക്കുക, കഴിയുന്നത്ര കടം കൊടുക്കാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ മീനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, ഈ സന്ധികളിൽ വരുന്ന വേദന, ഈ സ്പോണ്ടിലോസിസ് പോലുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉള്ളവർ. ഇപ്പോൾ ഈ പാദത്തിൻ്റെ വല്ലാണ്ട് കാലിന് വേദന വരിക, അല്ലെങ്കിൽ ഈ കാലിൻ്റെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ മൂർച്ഛിക്കുക, വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള രോഗമൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ വ്യാഴം 3-ലാവുമ്പോൾ മാനസികമായിട്ടും വളരെ സമ്മർദ്ദം ഉണ്ടാവും. പല ഭാഗത്തു നിന്നും മാനസിക സമ്മർദ്ദം നമുക്കുണ്ടാവും. നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നേരെയാവില്ല, എന്ത് ചെയ്താലാ നേരെയാവേണ്ടതെന്ന് അറിയാൻ വയ്യാണ്ട് വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാം.
അതിന് പരിഹാരമായിട്ടും പറ്റുമെങ്കിൽ മീനം രാശി ആയതുകൊണ്ട് തന്നെ മോക്ഷപ്രധാനമായ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം. ഇപ്പോൾ ശ്രീരംഗം, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം, അല്ലെങ്കിൽ തിരുനാവായ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കുറച്ചപ്പുറത്തേക്ക് പോയ കുരുക്ഷേത്രം, അല്ലെങ്കിൽ പ്രയാഗ, അല്ലെങ്കിൽ കാശി, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയാൽ ഈ ദോഷങ്ങൾ കുറേ മാറും. അതുകൂടാതെ പ്രധാനമായിട്ട് ദിവസവും ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഈ മീനക്കൂറുകാർ ദിവസവും ജപിച്ചോളൂ. നിങ്ങളെ ഏറ്റവും അധികം രക്ഷിക്കുന്നത് ആ വിഷ്ണു സഹസ്രനാമം ആയിരിക്കും. മീനം രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ദോഷമുള്ള സമയമാണ്. അതുകൊണ്ട് ദോഷപരിഹാരങ്ങൾ ചെയ്ത് ദോഷത്തിൻ്റെ കാഠിന്യം അഥവാ ദോഷത്തിൻ്റെ ആധിക്യം കുറയ്ക്കണം. പിന്നെ ഈ ദോഷവും ദോഷമില്ലായ്മയും, അല്ലെങ്കിൽ സുഖവും ദുഃഖവും, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അങ്ങനെ വേണം ഇതിനെല്ലാം ഉൾക്കൊള്ളേണ്ടത്. ഭാഗവതത്തിലെ ഭീഷ്മസ്തുതിയിൽ ഭീഷ്മർ ഭഗവാനെ സ്തുതിക്കുന്ന ആ സ്തുതിയിൽ ഭീഷ്മർ പറയാണ്, ലോകത്തെ മുഴുവൻ ജയിക്കാൻ കഴിയുന്ന ഭീമസേനൻ കൂടെ ഉണ്ട്, സവ്യസാചിയായുള്ള അർജുനനുണ്ട്, ഈ ഭഗവാൻ കൃഷ്ണൻ തന്നെ നിങ്ങളുടെ കൂടെ നടക്കുന്നു, എന്നിട്ടും പാണ്ഡവരെ നിങ്ങൾ എത്ര ദുഃഖം അനുഭവിച്ചു. എന്താണ് ഈ ഈശ്വരന്റെ നിശ്ചയം എന്ന് ആർക്കാണ് അറിയാൻ കഴിയുക? ഈശ്വരന്റെ തീരുമാനങ്ങൾ അതിസൂക്ഷ്മമാണ്. അത് പ്രകൃതിയുടെ അതിസൂക്ഷ്മമായ നിയമങ്ങളാണ്. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖത്തെ സ്വീകരിക്കുന്ന പോലെ തന്നെ നമ്മൾ ദുഃഖത്തെയും സ്വീകരിക്കണം. ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ ആ ഭക്തിയോഗത്തിൽ ഭഗവാൻ പറയുന്നു, സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ ആരാണോ സ്വീകരിക്കുന്നത് അവനാകുന്നു എനിക്ക് പ്രിയൻ എന്ന്. അതുകൊണ്ട് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണമായിരിക്കുന്ന ആ നവഗ്രഹേശ്വരന്മാരെ ഭജിക്കുക, സാക്ഷാത് ഈശ്വരനെ ഭജിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.